ഹായ് ഫ്രണ്ട്സ്, ഇതൊരു അൺബോക്സിംഗ് റിവ്യൂ വീഡിയോ ആണ്. എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ബെന്നി ടെക് വേൾഡ്. ഞാനിവിടെ റിവ്യൂ ചെയ്യുന്നത് ഇന്ത്യയിൽ പുതുതായി MI ഇറക്കിയ MI TV സ്റ്റിക്ക് 7-ാം തീയതി ഫ്ലാഷ് സെയിലിലൂടെ ഇന്ത്യയിൽ അവതരിപ്പിച്ച MI TV സ്റ്റിക്കിലാണ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നത്. എനിക്ക് ഇ-കോം സർവീസ് വഴി അത് 12-ാം തീയതി ഡെലിവറി കിട്ടി. നല്ല പാക്കിങ്, വലിയ സമയമെടുക്കാതെ ഡെലിവറി. ബാംഗ്ലൂരിൽ നിന്നാണ് എൻ്റെ ഡെലിവറി കിട്ടിയത്. നമുക്കത് ഓപ്പൺ ആക്കി നോക്കാം. കൂടിനകത്ത് നല്ലൊരു പാക്കിങ്ങുള്ള ചെറിയൊരു ബോക്സ്, MI ലോഗോയോട് സഹിതം നല്ലൊരു MI സ്റ്റിക്ക് എന്നുള്ള പടത്തോടുകൂടി നല്ലൊരു പാക്കിങ്ങാണ് ഉള്ളിലുള്ളത്. ആ പാക്കിങ്ങിൽ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് എഴുതിയിട്ടുണ്ട്. പുറത്ത് അതിൻ്റെ മിനിമം ഡീറ്റെയിൽസ് ഉണ്ട്. 3499 രൂപയാണ് വില. ഫ്ലാഷ് സെയിലിലൂടെ 2799 രൂപയ്ക്കാണ് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. 2799 രൂപയ്ക്ക് ഫ്രീ ഡെലിവറിയാണ്. MI TV സ്റ്റിക്ക് ആൻഡ്രോയിഡ് TV, ആൻഡ്രോയിഡ് 9 ആണ് ഇതിൻ്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. നമുക്കത് പാക്കറ്റ് ഓപ്പൺ ആക്കാം. പാക്കറ്റ് തുറക്കുമ്പോൾ അതിനകത്ത് വേറെ ചെറിയൊരു ബോക്സിനകത്ത് ഇതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. അത് ഓപ്പൺ ആക്കാം. ആദ്യമായിട്ട് അതിൻ്റെ സൈഡ് ഓപ്പൺ ആക്കി പുറത്തേക്ക് എടുക്കുമ്പോൾ നമ്മൾ ആദ്യം കാണുന്നത് അതിൻ്റെ കാറ്റലോഗാണ്. ഇംഗ്ലീഷിലുള്ള ഒരു കാറ്റലോഗ്. അതിൻ്റെ മിനിമം കാര്യങ്ങൾ, എന്തൊക്കെ സാധനങ്ങൾ അതിനകത്തുണ്ട് എന്നുള്ളത് MI TV സ്റ്റിക്ക് എന്ന് എഴുതിയിരിക്കുന്ന ഒരു മഞ്ഞ കളറുള്ള കാറ്റലോഗ്. അതിനകത്തുള്ളിൽ എന്തൊക്കെയുണ്ട്: MI TV സ്റ്റിക്ക്, റിമോട്ട്, ഇൻപുട്ട് കേബിള്, പവർ സപ്ലൈ, ഇത്തരം കാര്യങ്ങളാണ് അതിനകത്തുള്ളത്. നമുക്കത് ഓരോന്നോരോന്നായിട്ട് എടുക്കാം. MI TV സ്റ്റിക്ക് വളരെ ചെറിയ ഒരു MI സ്റ്റിക്ക്, 9 സെൻറ്റിമീറ്റർ മാത്രമേ നീളമുള്ളൂ. നല്ല ഫിനിഷിങ്. MIയുടെ ലോഗോ അതിൻ്റെ പുറത്തുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ HDMI മെയിൽ കണക്ട് പ്ലഗും ഒരു സൈഡിൽ ഒരു മൈക്രോ USB പവറിങ്ങിന് വേണ്ടിയുള്ളൊരു മൈക്രോ USB പോർട്ടും ഉണ്ട്. ആ മൈക്രോ USB പോർട്ടിലാണ് 5 വോൾട്ട് സപ്ലൈ നമ്മൾ ഇതിൻ്റെ ആയിട്ട് കൊടുക്കുന്നത്. 5 വോൾട്ട് സപ്ലൈ കൊടുക്കാൻ വേണ്ടി ഇതോടൊപ്പം ഒരു പവർ അഡാപ്റ്റർ, MIയുടെ ഒരു പവർ അഡാപ്റ്റർ ഉണ്ട്. വളരെ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു TV സ്റ്റിക്കാണ് ഇത്. അതോടുകൂടി വളരെ സ്ലിമ്മായിട്ടുള്ളൊരു റിമോട്ട്, വളരെ നല്ലൊരു റിമോട്ടാണ്. അതിന് കീകളൊക്കെ കുറവാണ്, അധികം കീകളൊന്നുമില്ല. അത് കഴിഞ്ഞാൽ അതിനകത്തുള്ളൊരു മൈക്രോ USB കേബിള്, അതാണ് MI TV സ്റ്റിക്കിനോട് പവർ കൊടുക്കുന്നത്. അത് കഴിഞ്ഞ് MIയുടെ ഒരു പവർ അഡാപ്റ്റർ, 5 വോൾട്ട് പവർ. നമ്മൾ സാധാരണ മൊബൈൽ റീചാർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സെയിം അഡാപ്റ്റർ തന്നെയാണ് ഇതിനും ഉപയോഗിക്കുന്നത്. അത് നമ്മൾ USB കേബിൾ കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മൈക്രോ USB 5 ആംപിയർ 1 വോൾട്ട് 230 വോൾട്ടിൽ നമുക്ക് ലഭിക്കുന്ന അഡാപ്റ്ററാണ് ഉള്ളത്. അതിൻ്റെ സൈഡിൽ അതിൻ്റെ ലോഗോയും അതിൻ്റെ കാര്യങ്ങളെല്ലാം ആ റിമോട്ടിൻ്റെ സൈഡിൽ തന്നെ, അഡാപ്റ്ററിൻ്റെ സൈഡിൽ തന്നെ ഉണ്ട്. റിമോട്ടിൻ്റെ അകത്ത് റിമോട്ട് നമുക്ക് തുറന്ന് നോക്കാം. വലിയൊരു പ്ലാസ്റ്റിക് കൂടുണ്ട്. അതിനകത്ത് വളരെ ക്യൂട്ടായിട്ടുള്ള ഒരു റിമോട്ടാണ്. അതിൽ പവർ സ്വിച്ച് ഉണ്ട് ഏറ്റവും ടോപ്പിൽ. അതിൻ്റെ തൊട്ട് താഴെ ഗൂഗിൾ വോയിസ് സപ്പോർട്ട് ചെയ്യുന്ന ഗൂഗിൾ വോയിസ് സ്വിച്ച് ഉണ്ട്.
അതിൻ്റെ താഴെ നാവിഗേഷൻ സ്വിച്ച് ഉണ്ട്. അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ് സെൻട്രൽ. അതിൽ എഴുത്തൊന്നുമില്ല, പക്ഷേ നമ്മൾ ഉപയോഗിക്കുന്ന സെൻട്രൽ ഓക്കെയാണ്. അപ്പടുകൾ. പിന്നെ ഹോം കീ ഉണ്ട്, ബാക്ക് കീ ഉണ്ട്. പിന്നെ നെറ്റ്ഫ്ലിക്സിൻ്റെ ഡെഡിക്കേറ്റഡ് കീ ഉണ്ട്, പ്രൈം ഓഡിയോയുടെ ഡെഡിക്കേറ്റഡ് കീ ഉണ്ട്. പിന്നെ വോയിസ് അപ്പ്, വോയിസ് കൂട്ടാനും വോയിസ് കുറയ്ക്കാനുമുള്ള 2 ബട്ടൺസ് ഉണ്ട്. ഇതിൻ്റെ കൂട്ടത്തിൽ ബാറ്ററി വരുന്നില്ല. നമ്മൾ AAAയുടെ 2 ബാറ്ററി ഇതിനോട് കൂടെ ഇട്ട് വേണം ഇത് നമുക്ക് പവറിങ് ചെയ്യാനുമായിട്ട്. വളരെ നല്ലൊരു റിമോട്ടാണ്, നല്ല ബിൽഡ് ക്വാളിറ്റി ഉണ്ട്. ഉള്ളതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ കൂടെ തന്നെ ഇട്ട് സെല്ലോ ടോപ്പ് അടിച്ച് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. വോയിസ് റെക്കഗ്നിഷൻ ഉള്ളതുകൊണ്ട് അതിൻ്റെ ഫോർവേഡ് 2ആണ്. ടോപ്പിലാണ് അതിൻ്റെ ഇൻഫ്രാറെഡ് ഉള്ളത് റിമോട്ട്. അഡ്വാൻറ്റേജ് പറഞ്ഞാൽ നെറ്റ്ഫ്ലിക്സിനും പ്രൈം വീഡിയോസിനും ഡെഡിക്കേറ്റഡ് കീസ് ഉണ്ട്. പിന്നെ വോയിസ് റെക്കഗ്നിഷൻ ഉണ്ട്. പിന്നെ വോയിസ് അപ്പ് ആൻഡ് ഡൗൺ ഉണ്ട്, ഹോം ഉണ്ട്, ബാക്ക് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ആപ്സിൻ്റെ ഇതിലൂടെ ഉണ്ട്. ഇത്രയും കീയാണ് അതിനകത്ത് ഉള്ളത്. പിന്നെ നമുക്കത് ടി വിയിലേക്ക് കണക്ട് ചെയ്ത് നോക്കാം. അഡാപ്റ്റർ കണക്ട് ചെയ്ത് അതിന് പവർ കൊടുക്കേണ്ടതുണ്ട്. സ്പെസിഫിക്കേഷൻസിൻ്റെ ഒരു സ്ലൈഡാണ് ഇതിനകത്തുള്ളത്. വൈറ്റ് TV സ്റ്റിക്ക്. അതിൻ്റെ അഡ്വാൻറ്റേജസ് 9.24 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ നീളം. ആൻഡ്രോയിഡ് 9 വർക്ക് ചെയ്യുന്നു. ഏത് HDMI പോർട്ടുള്ള ഡിസ്പ്ലേയിൽ നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. TV, പ്രൊജക്ടർ, HDMI മോണിറ്റർ. അതിന് സൗണ്ട് ഇതിന് ഇല്ല, അതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് തോന്നുന്നു. ഇതിൻ്റെ ഓഡിയോ ഔട്ട് ഇല്ല. TV യിൽ കണക്ട് ചെയ്തു. എൻ്റെ LED TVയിലാണ്, സ്മാർട്ട് TV ഇല്ല, LED TV മാത്രം. വ്യൂവിൻ്റെ ഒരു LED TV 32 ഇഞ്ചിലേക്ക് കണക്ട് ചെയ്ത് പവർ ഓൺ ആകുന്നു. നിങ്ങൾക്ക് ഡയറക്റ്റ് പവർ കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ നിങ്ങളുടെ USB കേബിളിൻ്റെ ഒരു USB പോർട്ട് TVയുടെ USB പോർട്ടിൽ കൊടുത്താലും മതിയാകും. മറ്റേ ഇതിൻ്റെ TV സ്റ്റിക്കിലേക്ക് കണക്ട് ചെയ്യുക. TV സ്റ്റിക്കിൽ ഒരു പവർ ഇൻഡിക്കേറ്റർ ഉണ്ട്. പവറായി കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും ഇത് ഓണായി വരുന്നു. ഇതെല്ലാം ആൻഡ്രോയിഡ് കണ്ടു കഴിഞ്ഞു. അപ്പോൾ പവർ ഓണായി. ഇനി അതിൻ്റെ കോൺഫിഗറേഷനാണ് വരുന്നത്. 1 by 1 നമുക്ക് പറഞ്ഞു തരാം. ഹായ് എന്നുള്ള റിമോട്ടിൻ്റെ ഒരു ഭാഗം വന്നു. ആദ്യം നമ്മൾ കൺട്രി സെലക്ട് ചെയ്യണം. വെൽക്കം കൺട്രി സെലക്ട് ചെയ്ത് അന്നേരം റീജിയൻ വരും. ഇന്ത്യ സെലക്ട് ചെയ്യുക. കൺട്രി ഇന്ത്യ സെലക്ട് ചെയ്യുക. റീജിയൻ ഇന്ത്യ സെലക്ട് ചെയ്യുക. അത് കഴിഞ്ഞ് ചക്കലം വെയിറ്റ് ചെയ്യുക. ആദ്യം ചോദിക്കുന്നത് നിങ്ങളുടെ TV ആൻഡ്രോയിഡ് ഫോണുമായിട്ട് കണക്ട് ചെയ്യണമെന്നാണ്. കണക്ട് ചെയ്യണമെന്നൊരു യെസ് കൊടുക്കുക. വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത് നമ്മുടെ വയർലെസ് നെറ്റ്വർക്കുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ചോദിക്കും. എൻ്റേത് BSNLൻ്റെ FTTH വയർലെസ് കണക്ഷനാണ്. അതിൽ കണക്ട് ചെയ്യാൻ കൊടുത്തു കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മൾ ഓക്കെ അടിച്ച് കഴിഞ്ഞാൽ അന്നേരം തന്നെ നമ്മുടെ കീബോർഡ് തെളിച്ച് വരും. അതിൽ വയർലെസ്സിൻ്റെ സെക്യൂരിറ്റി കീ ഉണ്ടെങ്കിൽ അത് അടിച്ചു കൊടുക്കുക. അന്നേരം തന്നെ ഇത് വൈഫൈയുമായിട്ട് കണക്ട് ആവുന്നതാണ്. കഴിഞ്ഞാൽ പ്ലീസ് വെയിറ്റ് മെസ്സേജ് വരും. ശകല സമയം 30 സെക്കൻഡ്സ് കഴിയുമ്പോൾ അടുത്ത സ്ക്രീനിലേക്ക് നമുക്ക് പോകുന്നതായിരിക്കും. ഇനീഷ്യൽ കോൺഫിഗറേഷൻ വേണ്ട കാര്യങ്ങളാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്.
ഗൂഗിളിൻ്റെ മേക്ക് ഓഫ് മോസ്റ്റ് ഓഫ് ദി ടി വിസ് 15 GB കണക്റ്റാണ് പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്ക് ഓരോന്നോരോന്നിലേക്ക് കോൺഫിഗർ ചെയ്യാൻ വേണമെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോയി കഴിഞ്ഞാൽ അടുത്ത സ്ക്രീനിലേക്ക് വരും. വേണമെങ്കിൽ ഓരോന്ന് കൊടുക്കാം. അടുത്ത ഗൂഗിളിൻ്റെ സൈറ്റ് വന്നു. ഗൂഗിൾ സൈറ്റ് നമ്മളെ യൂസർ നെയിം പാസ്വേഡ് എടുത്ത് ഗൂഗിളിൽ ലോഗിൻ ചെയ്യണം. നമുക്ക് ഓൾറെഡി ഗൂഗിളിൽ എല്ലാവർക്കും തന്നെ അക്കൗണ്ട് ഉണ്ടാവും. ആ അക്കൗണ്ട് ഇവിടെ എൻട്രി ചെയ്ത് പാസ്വേഡ് എൻട്രി ചെയ്ത് അത് എൻ്റർ ചെയ്യാൻ കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ കീബോർഡ് അവിടെ തെളിഞ്ഞ് വരും. നമ്മുടെ മൗസ് ഇല്ലാത്തതുകൊണ്ട് നമ്മുടെ റിമോട്ടിൽ തന്നെ അത് നമുക്ക് ലെഫ്റ്റ് റൈറ്റ് അപ്പ് ഡൗൺ കൊണ്ടുപോയി ഇത് നമുക്ക് എൻറ്റർ ചെയ്യാൻ പറ്റുന്നതാണ്. വെർച്വൽ കീബോർഡോട് തെളിഞ്ഞു വരുന്നു. മൗസ് കീബോർഡിൻ്റെ അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ് കീസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്കിവിടെ നമ്മുടെ യൂസർ നെയിം എൻറ്റർ ചെയ്യുക. യൂസർ നെയിം എൻറ്റർ കഴിഞ്ഞ് ജിമെയിലായിരിക്കും മിക്കവാറും ആൾക്കാരുടെ ഗൂഗിൾ അക്കൗണ്ട് തന്നെ അതിൽ എൻറ്റർ ചെയ്യുക. അത് കഴിഞ്ഞ ഉടനെ പാസ്വേഡ് കൊടുക്കുക. എൻ്റെ യൂസർ നെയിം ഇവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നു. എൻ്റെ യൂസർ നെയിം pcb@gmail.com എന്നാണ്. അതിവിടെ അടിച്ചുകൊണ്ടിരിക്കുന്നു. ഗൂഗിൾ വോയിസ് റെക്കഗ്നിഷൻ ഇതിനുള്ള ഒരു മെയിൻ അഡ്വാൻറ്റേജാണ്. നമുക്ക് ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിലേക്ക് എൻ്റർ ചെയ്യാൻ പറ്റുന്നത്. പാസ്വേഡ് എൻ്റർ ചെയ്യുന്നു. ലെഫ്റ്റ് റൈറ്റ് ആ കീകൾ മാത്രം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മുടെ കീബോർഡ് ഓരോ സ്ഥലത്തും മാറുന്നത്. അത് ആദ്യം ചില ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞാൽ നമുക്ക് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ പിന്നെ ഇത് ഉപയോഗിക്കാൻ പറ്റും. വൺ കീ അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ് ഇങ്ങനെ പോയി കൊടുക്കുവാനായിട്ട്. യൂസർ നെയിം പാസ്വേഡ് പാസ്വേഡ് ഇൻകറക്റ്റാണ്. ഇത് ഏതൊരു കീ മാറി കാണും. വീണ്ടും കൊടുക്കുക. ലോഗിനായി സർവീസ് ലൊക്കേഷൻ കൊടുക്കണം. കോഡുണ്ട്. അതൊക്കെ സ്കിപ്പ് ചെയ്ത് പോയാൽ മതി. വോയിസ് റെക്കഗ്നിഷൻ സ്കിപ്പ് വന്നു. അത് കൊടുക്കാം. സ്കിപ്പ് ചെയ്യാം. സൈൻ ചെയ്യാം. അഡീഷണൽ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ അതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. MTV ഈസ് പവർഡ് ബൈ ആൻഡ്രോയിഡ് TV. യുവർ MTV ASPO ഈസ് പവർഡ് ബൈ ആൻഡ്രോയിഡ് TV. സ്ക്രീൻ വന്നു. അത് എൻ്റർ അടിക്കുക. ഗെറ്റ് ആപ്സ് ഫ്രം ദ ഗൂഗിൾ പ്ലേ സ്റ്റോർ എൻ്റർ അടിക്കുക. ടോക്ക് ടു ഗൂഗിൾ അസിസ്റ്റൻ്റ് വേണമെങ്കിൽ നമുക്ക് വോയിസ് വഴി വേണ്ട കാസ്റ്റ് യുവർ TV നമ്മുടെ മൊബൈൽ ടി വിയോട് കാസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അത് ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്യുക. സെറ്റ് ചെയ്തപ്പോൾ നമുക്ക് TV സ്ക്രീനിലേക്ക് കണക്ഷൻ ആയി കിട്ടുന്ന അതിനകത്തുള്ള ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് കണക്റ്റഡ് ടു വൈഫൈ FTPS ആപ്ലിക്കേഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞു.
അടുത്ത യൂട്യൂബാണ്. യൂട്യൂബ് എടുത്തു, അല്ല യൂട്യൂബ് ഓപ്പൺ ആകുന്നു. യൂട്യൂബിലുള്ള ചാനൽസൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഏത് ചാനലുണ്ടോ അതിനകത്ത് യൂട്യൂബിലുള്ള നമ്മൾ ഇവിടെ കാണാൻ സാധിക്കുന്നതാണ്. നമ്മുടെ സെർച്ച് ഉണ്ട്, സെർച്ച് കൊടുത്ത് കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും നമുക്ക് കാണാൻ പറ്റും. ഇതും കീബോർഡ് സെർച്ച് കൊടുത്താൽ തന്നെ കീബോർഡ് വെച്ച് കീബോർഡോട് തെളിഞ്ഞു വരും. അതുവഴി നമ്മൾ നമ്മുടെ റിമോട്ട് വെച്ച് അപ്പ് ഡൗൺ ലെഫ്റ്റ് റൈറ്റ് കൊടുത്ത് നമുക്ക് വെക്കാൻ പറ്റുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന മാത്യൂസ് മാർ യുവാനിയോസ് ഐറ്റിയുടെ ഒരു പേജാണ്. ഇത് വളരെ ക്ലിയറായിട്ട് യൂട്യൂബ് LED TV ഇരിക്കുന്നു. നെറ്റ് വഴി നമുക്ക് യൂട്യൂബ്, ഫേസ്ബുക്ക് എന്ത് വേണമെങ്കിലും നമുക്ക് ഇതിൽ കയറി കാണാവുന്നതാണ്. ആൻഡ്രോയിഡ് 9 ആണ് ഏറ്റവും ലേറ്റസ്റ്റ് വെർഷനാണ്. ഇതിൻ്റെ അഡ്വാൻറ്റേജായിട്ട് കാണുന്നത് നമുക്ക് ഏത് HDMI പോർട്ടുള്ള എക്യുപ്മെൻറ്റിൽ ഇത് കണക്ട് ചെയ്യാൻ പറ്റും. ഡിസ്പ്ലേ, LED മോണിറ്റർ, പ്രൊജക്ടർ, TV, ഇതിനെല്ലാം HDMI പോർട്ട് ഉണ്ടായിരിക്കണമെന്ന് മാത്രം. ഓഡിയോ സപ്പോർട്ട് ചെയ്തിരിക്കുന്നതായിരിക്കും. ഓഡിയോ അതിൽ ഇൻബിൽറ്റ് ഉണ്ടാകുന്നത്. ഇതിൽ ഓഡിയോ ഇല്ല. നെറ്റ്ഫ്ലിക്സ് കുറേ ആപ്സ് അതിനകത്തുണ്ട്. കൊടി TV ഉണ്ട്, UP TV ഉണ്ട്, പ്ലേ സ്റ്റോർ ഉണ്ട്. മൊത്തത്തിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. മൊബൈലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് തന്നെ പ്ലേ സ്റ്റോറിൽ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. നെറ്റ്ഫ്ലിക്സ്, TV ഷോസ് ആൻഡ് മൂവീസ് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെറ്റ്ഫ്ലിക്സ് ഒരു മാസം ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. പ്രൈം TV ഇതിനോടൊപ്പം 15 ദിവസം ഫ്രീ ആയിട്ട് നമുക്ക് ലഭിക്കുന്നതാണ്. സബ്സ്ക്രിപ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എടുക്കാൻ മതിയാവും. പ്രൈം വീഡിയോ പ്രൈം വീഡിയോയ്ക്ക് നമ്മുടെ യൂസർ നെയിം പാസ്വേഡ് വെച്ച് സൈൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൈം വീഡിയോ ഒരു മാസത്തേക്ക് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം അതാത് പേജിൽ തന്നെ നമ്മൾ കയറുമ്പോൾ അതാത് സ്ക്രീനിൽ തന്നെ കയറുമ്പോൾ നമുക്ക് കാണാവുന്നതാണ്. അതിനവിടെ ഒരു പ്രൊമോ കോഡുണ്ട്. ആ കോഡ് അടിച്ചു കൊടുത്താൽ പ്രൈം വീഡിയോ ഫ്രീ ആയിട്ട് കുറച്ച് നാളത്തേക്ക് ലഭിക്കുന്നതായിരിക്കും. പ്രൈം വീഡിയോയിലാണ് കുറേ വന്നിരിക്കുന്നത്. ഏത് ക്ലിക്ക് ചെയ്താലും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒത്തിരി TV അതിനകത്ത് ചാനലുകൾ അതിനകത്ത് ഉണ്ട്. മൂവീസ് ആവശ്യമുള്ള KGF ചാപ്റ്റർ കൊണ്ട് ഹിന്ദി അങ്ങനെ കാണാൻ പറ്റുന്നതാണ്. വീണ്ടും നമ്മൾ ബാക്ക് സ്ക്രീനിലേക്ക് പോയി നെറ്റ്ഫ്ലിക്സ്, പ്രൈം വീഡിയോ, യൂട്യൂബ്, പ്ലേ സ്റ്റോർ, കൊടി TV, UP TV,
ടെലികാസ്റ്റ് പലതും അതിനകത്തുണ്ട്. MyTV സ്റ്റിക്ക് വേറൊരു അഡ്വാൻറ്റേജ്, നമുക്ക് നമ്മുടെ മൊബൈൽ സ്ക്രീനുമായിട്ട് മിറർ ചെയ്യുന്നതാണ്. ഗൂഗിൾ ഫോട്ടോസ് കാണാം. PLC പ്ലെയറുണ്ട്, ഒരു TV ഉണ്ട്. ഇതൊക്കെ വേണം നമുക്ക് അതിനകത്ത് ആഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. യുട്യൂബിലേക്ക് ഞാൻ ലോഗിൻ ചെയ്യണം. ഓപ്പൺ ആക്കുമ്പോൾ നമ്മളത് ലോഗിൻ ചെയ്യാനായിട്ട് ഒന്നുകിൽ മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യാം, അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യാം. മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി എല്ലാ TV ചാനലുകളും നമുക്ക് ശരിയായിട്ട് കാണാവുന്നതാണ്. ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ന്യൂസുകൾ ധാരാളം വരുന്നുണ്ട്. എല്ലാ മലയാളം ന്യൂസ് ഇതിനകത്തുണ്ട്. മൂവി വർക്ക് ചെയ്യാം. സൗത്ത് ഇന്ത്യൻ കൊടുത്തു കഴിഞ്ഞാൽ മലയാളം, ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, കന്നഡ, സൗത്ത് ഇന്ത്യൻ ലാംഗ്വേജസ് കിട്ടും. ഞാൻ ലോഗിൻ ചെയ്യാൻ ഒരു മൊബൈൽ നമ്പർ കൊടുത്തപ്പോൾ മൊബൈലിൽ വെച്ച് ലോഗിൻ ചെയ്യാൻ ഞാൻ കൊടുത്തു. അപ്പോൾ മൊബൈൽ നമ്പർ ചോദിക്കുന്നു. അപ്പോൾ വെർച്വൽ കീബോർഡ് വന്നു. അതിൽ നമ്മൾ നമ്പർ ഡയൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു OTP വരും. OTP അടിച്ചു കഴിഞ്ഞാൽ നമ്മളതിലേക്ക് ലോഗിൻ ആകും. അങ്ങനെ ലോഗിനായി നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ എൻ്റെ TVയിലേക്ക് ഞാൻ ലോഗിൻ ആയിട്ടുണ്ട്. സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട TV ചാനലുകൾ നോക്കാൻ പറ്റും. ഞാനിപ്പോൾ W24 ന്യൂസ് ചാനൽ നോക്കാണ്. ന്യൂസ് ചാനൽ ലൈവായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. കമല ഹാരിസ് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായ ന്യൂസ് ആദ്യമായിട്ട് വന്നാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞ് TV-യിൽ കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു പ്രൊജക്ടറുണ്ട്. മൈൻടെക്കിൻ്റെ ഒരു മിനി ഹോം പ്രൊജക്ടർ. അതിലേക്ക് ഞാൻ MI സ്റ്റിക്ക് ആഡ് ചെയ്തിരിക്കും. ഞാൻ പവർ കൊടുത്തിട്ടില്ല. അതിൻ്റെ USB പോർട്ടിൽ നിന്ന് തന്നെയാണ് അതിലേക്ക് പവർ കൊടുത്തിരിക്കുന്നത്. എൻ്റെ HDMI പോർട്ട് കൊടുത്തു, USB പോർട്ടിൽ പവർ കൊടുത്തു. ഇതല്ലേ എനിക്ക് പ്രൊജക്റ്റ് ഞാൻ പുതുതായിട്ട് വാങ്ങിച്ചാണ്. സ്ക്രീൻ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് ഞാൻ ഭിത്തിയിലേക്കാണ് അടുപ്പിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ നോക്കുക. തൽക്കാലം ഇത് വെക്കാൻ വേണ്ടിയല്ലേ. ഓണാക്കുമ്പോൾ വരുന്ന സ്ക്രീനുകൾ ഇതാണ്. അത് TV പ്രൊജക്ടറിൻ്റെ ആണ്. HDMI സെലക്ട് ചെയ്യുക. പ്രൊജക്ടറിൻ്റെ HDMI ഇൻപുട്ട് പോർഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ MI TV സ്റ്റിക്ക് ഉപയോഗിച്ച് കമ്പ്യൂട്ടറോ TVയോ മോണിറ്ററോ ഒന്നും ഇല്ലാതെ പ്രൊജക്ടർ വഴി നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. യൂട്യൂബാണ് എടുത്തിരിക്കുന്നത്. യൂട്യൂബ് വന്നു കഴിഞ്ഞ് അതിവിടെ എൻ്റെ പ്രൊജക്ടറിന് ഓഡിയോ ഉള്ളതാണ്. അതുകൊണ്ട് ഓഡിയോയ്ക്ക് കുഴപ്പമില്ല. ഓഡിയോ ഇല്ലാത്ത പ്രൊജക്ടറാണെന്നൊരു ഇത് ബുദ്ധിമുട്ടാണ്. വേറെ അഡീഷണൽ ഇതിൽ നമുക്ക് ഓഡിയോ കൊടുക്കാനായിട്ടും സാധ്യമല്ല. അല്ല, നെറ്റ്ഫ്ലിക്സ് നമ്മൾ മുമ്പേ കണ്ട എല്ലാ കാര്യങ്ങളും ഇതിൽ വളരെ കിട്ടും. നമുക്ക് വലിയ സ്ക്രീനിൽ ഈ പ്രൊജക്ടർ
50 ഇഞ്ച് തൊട്ട് 150 ഇഞ്ച് വരെ പ്രൊജക്ഷൻ ഉള്ളതാണ്. മറ്റേ കണ്ടുപോലെ തന്നെ നമുക്കിതെല്ലാം കാണാൻ പറ്റും. ഇപ്പോൾ ടി വി ഇല്ലെങ്കിൽ ഒരു LED TV വാങ്ങിക്കേണ്ട ഒരു മിനി ഹോം തിയേറ്റർ ഉണ്ടെങ്കിൽ, മിനി പ്രൊജക്ടർ ഉണ്ടെങ്കിൽ നമുക്ക് യൂട്യൂബ് നല്ലതുപോലെ കാണുവാനായിട്ട് സാധിക്കും. ഇതിലേക്ക് കുത്തിയാൽ മാത്രം വഴി സകല കാര്യങ്ങൾ അതിൽ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ HDMI പോർട്ടുള്ള ഓഡിയോ ഉള്ള ഏത് എക്യുപ്മെൻറ്റും നമുക്കിത് കണക്ട് ചെയ്ത് മൊബൈലിൽ ഉപയോഗിക്കുന്നവർ മൊബൈലിൽ നിന്ന് ഇതിലേക്ക് സ്ക്രീൻ ചെയ്യാനും മിററിങ്ങിനുള്ള അഡ്വാൻറ്റേജ് ഉണ്ട്. അപ്പോൾ മൊബൈലിലെ നെറ്റുള്ളെങ്കിൽ ഇതുവഴി നമുക്ക് മൊബൈലിലേക്ക് നെറ്റ് കൊടുക്കാം. ഇതിനുള്ള വേറെ അഡ്വാൻറ്റേജ് നെറ്റ് വോളിയം വളരെ കുറച്ച് നമുക്ക് മൊബൈൽ നെറ്റിൽ ഇത് ഉപയോഗിക്കാൻ സാധിക്കുന്നതാണ്. ആദ്യം കോൺഫിഗർ ചെയ്യുമ്പോൾ തന്നെ ചോദിക്കുന്നുണ്ട്, അത് നമുക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ടി വിയിലാണെങ്കിലും 2 HDMI പോർട്ടാണ്. ഒന്ന് നമ്മളിപ്പോൾ ഡിഷ് TVയോ കേബിൾ TVയോ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത പോർട്ട് HDMI 2 സെലക്ട് ചെയ്ത് കൊടുത്തെങ്കിൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഫുൾ HD സപ്പോർട്ട് ചെയ്യുന്നതാണെങ്കിൽ ഫുൾ HD കോൺഫിഗറേഷൻ റെസൊല്യൂഷനുള്ള വീഡിയോസ് നമുക്ക് കാണാൻ പറ്റുന്നതായിരിക്കും. ഞാൻ വോയിസ് എടുക്കുക കണക്ഷൻ വഴി MIയുടെ സൈറ്റ് എടുക്കുകയാണ്. സ്ക്രീനിൻ്റെ അടിയിൽ കാണാം ഓട്ടോമാറ്റിക്കായിട്ട് അസൈൻ കണ്ടോ. വോയിസിൽ കൂടെ റിമോട്ട് അടുപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ യൂട്യൂബ് പറഞ്ഞു. റിമോട്ടിൽ വോയിസ് റിക്കഗ്നിഷൻ്റെ ബട്ടൺ ഞെക്കിയിട്ട് നമ്മളവിടെ സ്ക്രീനിൽ വരുമ്പോൾ പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ MI TV സ്റ്റിക്ക് എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. ആദ്യമായിട്ട് അതും റെഡി ആയിട്ടില്ല, വരും. അതല്ലേ ഏതോ ഒരു ഇംഗ്ലീഷ് യൂട്യൂബ് ചാനലാണ്. അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് MI TV സ്റ്റിക്ക് അടിച്ചപ്പോൾ യൂട്യൂബ് ചാനൽ വന്നു. അതിൽ ഒരു അഡ്വർടൈസ്മെൻറ്റാണ് ആദ്യം വന്നിരിക്കുന്നത്. അല്ലേ MI TV സ്റ്റിക്കിൻ്റെ റിവ്യൂ ആണ് അത് കാണിക്കുന്നത്. ഇപ്പോൾ യൂട്യൂബിൽ വന്ന വേറെ ചാനലിൽ വന്ന MI TV സ്റ്റിക്കിൻ്റെ റിവ്യൂ ഞാൻ വോയിസ് കണക്ഷൻ വഴി യൂട്യൂബ് വഴി എടുത്താണ് ഇപ്പോൾ കാണുന്നത്. നമ്മളെ സ്ക്രീനിൽ കൊടുത്താൽ നെറ്റ്ഫ്ലിക്സ്, യൂട്യൂബ്, പ്ലേ മ്യൂസിക്, പ്ലേ സ്റ്റോറ്, കോഡി TV, മിറർ കാസ്റ്റ്, YOTP, VLC, MI TV എന്ത് വേണമെങ്കിലും നമുക്ക് അതിനകത്തൂടെ എടുക്കാൻ പറ്റും. ബാക്കിയുള്ളത് നമുക്ക് ആഡ് ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ്. ഇതിൽ മിറർ കാസ്റ്റ് വഴി ഫോൺ ഇതിലുമായിട്ട് ലിങ്ക് ചെയ്യാൻ പോവാണ്. നമ്മൾ മൊബൈലിൽ വൈഫൈ റിസർച്ച് ചെയ്യുമ്പോൾ MI സ്റ്റിക്കിൻ്റെ അത് കാണിക്കും. അത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്യുമ്പോൾ തന്നെ അതിലേക്ക് നമ്മൾ കണക്റ്റ് ആകുന്നതായിരിക്കും. സെയിം വൈഫൈ റേഞ്ചിലാണെങ്കിൽ പെട്ടെന്നായിട്ട് തന്നെ കണക്റ്റ് ആകുന്നതായിരിക്കും. ഇപ്പോൾ എൻ്റെ MI TV സ്റ്റിക്ക് എന്ന് കാണിച്ച് വൈഫൈ അത് സെലക്ട് ചെയ്യുക. MI TV സ്റ്റിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ TV സ്റ്റിക്കും മൊബൈലുമായിട്ട് മിററിങ് ആവുന്നതുകൊണ്ട് അതിൽ മിറർ കാസ്റ്റ് വഴി വന്നു. ഇതിൽ എൻ്റെ ഫോണിൻ്റെ സ്ക്രീനാണ് ഇപ്പോൾ കാണുന്നത്.
എൻ്റെ റെഡ്മി നോട്ട് 6 Pro ആണ് മൊബൈൽ. അതിൽ യൂട്യൂബാണ് ഇപ്പോൾ എടുത്തിരിക്കുന്നത്. പ്രൊജക്ടർ വഴി കാണിക്കുന്നതുകൊണ്ടാണ് ശകലം ക്ലാരിറ്റി കുറവാണ്. കാരണം സ്ക്രീനില്ല, ഭിത്തിയിലാണ് അത് അടുപ്പിച്ചിരിക്കുന്നത്, കൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്. നല്ല നല്ല ഗുണങ്ങളും അതേപോലെ തന്നെ വിലക്കുറവിലാണ് നമ്മൾ നൽകുന്നത്. പക്ഷേ ഇതിന് എല്ലാവരും ഇതിൻ്റെ ഗുണങ്ങൾ മാത്രമേ കാണൂ. ഇന്ന് നമ്മൾ ഈ വീഡിയോ പറയുന്നത് ഇലക്ട്രിക് ടിവിക്കുള്ള ചില കുഴപ്പങ്ങളാണ്. പക്ഷേ ഇതിൻ്റെ നമ്മൾ മൊബൈൽ തിരിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് സ്ക്രീന് ഫുൾ സ്ക്രീനാക്കാൻ സാധിക്കുന്നതാണ് അല്ലേ. ഫുൾ സ്ക്രീനായി സബ്സ്ക്രൈബ് ചെയ്യുകയും ഒപ്പം കാണുന്ന ബെല്ലേക്ക് എന്തെങ്കിലും ചെയ്യുകയും ചെയ്യാം. അങ്ങനെ മാത്രമേ ഞാൻ ചെയ്യുന്നത്. അതുപോലെ മൊബൈൽ മിറർ ചെയ്ത് മൊബൈലിലുള്ള സകല കാര്യങ്ങളും ടി വിയിൽ കാണാൻ പറ്റും. പ്രൊജക്ടറിൽ കണക്ട് ചെയ്യാം. ടി വിയിൽ HDMI പോർട്ടുള്ള ടി വിയിൽ കണക്ട് ചെയ്യാം. HDMI പോർട്ടുള്ള മോണിറ്റർ കണക്ട് ചെയ്യാം. മോണിറ്റർ കണക്ട് ചെയ്യാം. മോണിറ്ററിന് സൗണ്ട് അഡീഷണൽ ഉണ്ടെന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. അല്ല, ഞാൻ MIS TV സ്റ്റിക്ക് എന്ന് പറഞ്ഞാൽ യൂട്യൂബ് വഴി മൊബൈൽ വഴി യൂട്യൂബിലെടുത്തു. അത് ടി വിയിൽ നമുക്ക് MIS സ്റ്റിക്ക് വഴി കാണാൻ പറ്റും. മൊബൈൽ തിരിക്കുന്നതനുസരിച്ച് ടി വിയിൽ ആ സ്ക്രീൻ തിരിഞ്ഞുകൊണ്ടിരിക്കും. എൻ്റെ യൂട്യൂബ് ചാനൽ ബെന്നി ടെക് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ഞാനിതുവഴി ഇടുന്ന വീഡിയോ ആദ്യം ലഭിക്കാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു പ്രോഡക്റ്റാണ് MI TV സ്റ്റിക്ക്. ഇതിൽ ചില അഡ്വാൻറ്റേജസ്, ഒന്ന് ഓഡിയോ ഇല്ല, പിന്നെ ടി വിയുടെ ബാക്കിൽ കണക്ട് ചെയ്യാനായിട്ട് HDMI പോർട്ട് താഴേക്കാണെങ്കിൽ അതൊരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതിന് HDMI എക്സ്റ്റൻഡർ കേബിൾ വാങ്ങിച്ച് ഉപയോഗിക്കാവുന്നതുമാണ്. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ബെന്നി ടെക് വേൾഡ്. താങ്ക് യു.